ഡെൻമാർക്കിൽ നിന്ന് വന്ന ഒരു ബാഡ്മിൻ്റൺ കളിക്കാരത്തി ഡൽഹിയിൽ കളി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങി. നാട്ടിലെത്തിയ ശേഷം അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തു, ഡൽഹിയിൽ നിന്ന് കളി പകുതി വഴിക്ക് ഉപേക്ഷിച്ചതിൻ്റെ കാരണം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം ആണ്. അതുപോലെ അവർ കളിക്കേണ്ട അവരുടെ ടൂർണമെൻറ്റ് നടക്കുന്ന ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയവും വളരെ വൃത്തിഹീനമാണ് എന്നുള്ളൊരു കാര്യവും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പങ്കുവച്ചു. കളിക്കാരെത്തി വളരെ കഷ്ടപ്പെട്ട് ആഴ്ചകളോളം പരിശീലനമൊക്കെ നേടിയ ശേഷം ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ വേണ്ടി ഡൽഹിയിലെത്തിയപ്പോൾ ഈ പരിശീലനമൊക്കെ വൃഥാവിലായി. അതുകൊണ്ട് വിഷമമുണ്ട്. കാരണം ഡൽഹിയിലത്തെ ഈ പരിസ്ഥിതി ആരോഗ്യത്തിന് ഒട്ടും ഉചിതമല്ല, അനുകൂലമല്ല എന്നാണ് ഈ ഡെൻമാർക്കിൽ നിന്ന് കളിക്കാരെത്തി പറയുന്നത്. ഈ ഡെൻമാർക്കിൽ നിന്ന് കളിക്കാരെത്തി മാത്രമല്ല, ഫ്രാൻസിൽ നിന്ന് വന്ന മിക്സ്ഡ് ഡബിൾസിൻ്റെ 2 കളിക്കാരും ഇതേപോലെ തന്നെ ഡൽഹിയിലെ സ്ഥിതി അത്ര നല്ലതല്ല, അതിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഓപ്പൺ സൂപ്പർ ടൂർണമെൻറ്റ് ആണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പല രാജ്യത്തു നിന്നുള്ള കളിക്കാർ അവിടെ വന്ന് കളിക്കുന്നു. ഈ ഡൽഹി പോലത്തെയുള്ള നമ്മളുടെ തലസ്ഥാന നഗരിയിൽ വന്ന് കളിക്കാൻ പോലും പറ്റാത്ത വിധം വൃത്തിഹീനമാണ് എന്ന് പുറത്തുനിന്നുള്ള കളിക്കാർ പരാതിപ്പെടുകയും അവർക്ക് കളി തുടരാൻ പറ്റാത്തൊരവസ്ഥയുമൊക്കെ തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായ ഒരവസ്ഥ തന്നെയാണ്. 2017 ഇതുപോലെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമോ മറ്റോ ഡൽഹിയിൽ വന്നിട്ട് മാസ്ക് വെച്ച് അവർക്ക് കളിക്കേണ്ടി വന്നു, ഡൽഹിയിലത്തെ പൊല്യൂഷൻ കാരണം. അപ്പോൾ ഡൽഹിയിലെ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ കോവിഡ് വന്ന സമയത്ത് അന്ന് ചില പടങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പടങ്ങൾ കുറേയധികം വന്നിരുന്നു. ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹിമാലയ മലനിരകൾ കാണാം. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിലുള്ളത് കോവിഡ് കാലത്ത്. എന്തുകൊണ്ടാണ് കോവിഡ് കാലത്ത് ഡൽഹിയിൽ ഒട്ടും പൊല്യൂഷൻ ഇല്ലാതിരുന്നത്? വണ്ടികളൊന്നും ഓടിയിരുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാരണം. അപ്പോൾ വണ്ടികളുടെ ഒരു ബാഹുല്യമാണ് ഈ ഡൽഹിയിലെ പൊല്യൂഷന് കാരണമെന്ന് കോവിഡ് കാലത്തെ ചില നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 2013-14 ശേഷം ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേജ്രിവാൾ പറയുന്നത് പഞ്ചാബിൽ നിന്നുള്ള അവിടുത്തെ കൃഷിക്കാർ തീ കത്തിച്ചത് കൊണ്ടോ അതുപോലെ നമ്മളുടെ ദീപാവലിക്ക് കുറച്ച് പടക്കം പൊട്ടിച്ചത് കൊണ്ടോ ഒക്കെയാണ് ഡൽഹിയിൽ ഈ പരിസ്ഥിതി ഇത്ര മോശമെന്ന് കേജ്രിവാൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേജ്രിവാളിൻ്റെ ഭരണകാലത്ത് തന്നെ ഈ കോവിഡ് വന്ന സമയത്ത് ഡൽഹിയുടെ അന്തരീക്ഷത്തിൽ ഒരു മലിനീകരണമില്ലായിരുന്നു, വളരെ വളരെ ക്ലിയർ ആയിരുന്നു. അതിൻ്റെ അർത്ഥം ഈ പഞ്ചാബിലെ കൃഷിക്കാർ കുറച്ച് തീ കത്തിച്ചത് കൊണ്ടോ ദീപാവലിക്ക് പടക്കം പൊട്ടിച്ചത് കൊണ്ടോ അല്ല ഡൽഹിയിലെ മലിനീകരണം, അത് ഡൽഹിയിലത്തെ തന്നെ പ്രശ്നമാണ്. ഡൽഹിയിൽ നിന്ന് തന്നെ ഹരിയാനയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വേസ്റ്റ് കൂന ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് അതിലേ പോയി കഴിഞ്ഞാലും ഡൽഹിയിലത്തെ വേസ്റ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണാൻ പറ്റും. ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2013 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന AAPയുടെ നേതാവായ കേജ്രിവാളിന് ഡൽഹിയിൽ ഒരു ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്താൻ പോലും സാധിക്കുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭരണത്തിൻ്റെ പിടിപ്പുകേടാണ്. ഭരണം മോശമാണ് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെ 2013 ഇത്രയും വർഷം കിട്ടിയല്ലോ, 1 വർഷം 2 വർഷമൊന്നും അല്ലല്ലോ. ആദ്യകാലത്തൊക്കെ അദ്ദേഹം ഈ ഒറ്റ നമ്പർ 2 നമ്പർ വണ്ടികൾ ഒന്നരാടനാക്കുക എന്നുള്ളൊരു പരീക്ഷ നടത്തി. അത് സുപ്രീം കോടതിയിൽ വരെ പോയിരുന്നു. അതിനുശേഷം പല ദീപാവലിയുടെ സമയത്ത് സുപ്രീം കോടതിയിൽ പോകും. സുപ്രീം കോടതി ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ മലിനീകരണം കുറയ്ക്കണമെന്ന് പറയും. അതുപോലെ പഞ്ചാബിലെ കൃഷിക്കാർ തികെത്തിക്കരുത്, അതിന് സുപ്രീം കോടതിയിൽ പോകും. ഇങ്ങനെ മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമല്ലാതെ ഈ കേജ്രിവാളിന് ക്രിയാത്മകമായിട്ട് ശാസ്ത്രീയമായിട്ട് ജനങ്ങളുടെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഈ അന്തരീക്ഷ മലിനീകരണ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള നടപടിയെടുക്കാൻ 2013 ചാർജ് എടുത്ത മുഖ്യമന്ത്രി ആയ ശേഷം ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ അദ്ദേഹത്തിനോ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യം നാണക്കേടിലേക്ക് പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് AAPയുടെ നേതാക്കൾക്ക് ഈ ഡൽഹി ഒരു മാലിന്യ മുക്തം അതുപോലെ ആരോഗ്യകരമായ പരിസരം എന്നൊക്കെയുള്ള ഒരു പേരുണ്ടാക്കാൻ പറ്റാതിരിക്കുന്നത്? നമ്മുടെ ഏറ്റവും അധികം പരിസരം നല്ലതായിട്ടുള്ള അതുപോലെ എയർ ക്വാളിറ്റി ഏറ്റവും നന്നായിട്ടുള്ള ലോകത്തിലെ ഒരു പട്ടണമെന്ന് പറയുന്നത് സൂറിച്ചാണ്, സ്വിറ്റ്സർലൻഡിലുള്ളത്.
അതുപോലെ മറ്റ് യൂറോപ്പിലെ ഈ പറഞ്ഞ ഡെൻമാർക്കിൽ അവിടെ ഇവിടെയൊക്കെയുള്ള പട്ടണങ്ങളൊക്കെ തന്നെ പരിസരം വളരെ ശുചിയാണ്. അതുപോലെ അന്തരീക്ഷത്തിൻ്റെ എയർ ക്വാളിറ്റിയും കുറച്ചുകൂടെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഡൽഹിയിലത്തെ ഈ ഒരു ഒന്നും കാണാൻ പറ്റാത്ത സ്മോഗ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ശ്വാസം മുട്ടുന്നതും അവർക്ക് അസുഖങ്ങൾ പിടിക്കുന്നതും അവർക്ക് കളിക്കാൻ പറ്റാത്തതും മാസ്ക് വെക്കേണ്ടതൊക്കെ അവസ്ഥ വരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ഭരണകർത്താവ് കേജ്രിവാൾ ഇതെന്തുകൊണ്ട് ഗവനിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വോട്ട് കിട്ടിയാൽ മതി. വോട്ട് കിട്ടാൻ വേണ്ടി ചെപ്പടി വിദ്യകൾ കാണിച്ചാൽ വോട്ട് കിട്ടാമെന്നുള്ളത് പുള്ളി അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ വളരെ പാവപ്പെട്ട മനുഷ്യർ ഇപ്പോഴും അതിദാരിദ്ര്യത്തിലൊക്കെ താമസിക്കുന്ന പ്രദേശങ്ങൾ അവിടെ കുറേയധികമുണ്ട്. ഒരിക്കൽ ഞാൻ ഡൽഹി കഴിഞ്ഞ 2 മാസം മുമ്പ് പട്ടേൽ നഗറിൽ നിന്ന് ട്രെയിനിൽ ഇങ്ങനെ ഡൽഹിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴത്തേനും ട്രെയിനിൻ്റെ പാളത്തിൻ്റെ സൈഡ് മുഴുവൻ വൃത്തികേടായി കിടക്കുകയാണ്. അങ്ങനെ തിങ്ങി പറക്കുന്ന ചേരികളായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ ഡൽഹിയുടെ സെൻട്രലിലാണ് ഈ അവസ്ഥ. അപ്പോൾ കേജ്രിവാൾ ഇത്രകാലം ഭരിച്ചിട്ട് ഡൽഹി മുന്നോട്ടാണോ പുറകോട്ടാണോ ഏത് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പുറകോട്ടാണ് എന്നുള്ളതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ബാഡ്മിൻ്റൺ പ്ലെയർക്ക് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്നും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഫ്രീബി, ഈ ബസ്സിൽ യാത്ര ഫ്രീ, അതുപോലെ ഇലക്ട്രിസിറ്റി ഫ്രീ, വെള്ളം ഫ്രീ, പോക്കറ്റ് മണി ഫ്രീ, ഇങ്ങനെ എല്ലാം ഫ്രീ കൊടുത്ത് കുറച്ച് വോട്ട് നേടി ഭരണത്തിൽ കയറുക. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ ഫ്രീ കൊടുക്കുക. അതിനുവേണ്ടി എന്തൊക്കെ അടുത്ത് ഫ്രീ കൊടുക്കാം, അതിന് നികുതി വാങ്ങിക്കുക, നാട്ടുകാരെ പിഴിയുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം. അതിന് വലിയ കഴിവൊന്നും ആവശ്യമില്ല, ഏത് പൊട്ടനും ചെയ്യാവുന്ന ഒരു പണിയാണത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫ്രീ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക, ഫ്രീ ബീസ് കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ നല്ല വിദ്യാഭ്യാസവും അങ്ങനെ അതുപോലെ നല്ല ആരോഗ്യമുള്ള മനുഷ്യരെ അവിടെ വാർത്തെടുത്തു കഴിഞ്ഞാൽ അവർ ജോലി ചെയ്തിട്ട് ഈ ബസ്സിന് ചാർജ് കൊടുക്കാനും ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കാനും വെള്ളത്തിൻ്റെ ചാർജ് കൊടുക്കാനും ഒക്കെ പ്രാപ്തരാക്കുന്ന ഒരു ഭരണമല്ലേ ഡൽഹിയിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണം ഡൽഹിയിലുണ്ടായാൽ തീർച്ചയായിട്ടും രാജ്യത്തിനുണ്ടാകുന്ന ഈ ദുഷ്പേര്, അതായത് പുറത്തുനിന്ന് വരുന്ന കളിക്കാർ കളി ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു ദുഷ്പേര് ഇന്ത്യക്കിനി ഉണ്ടാകാതിരിക്കും ഡൽഹിയിലൊരു നല്ല ഭരണം വന്നാൽ.